ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും, ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും, ശരിക്കു തീരുമെന്നു മാത്രമെൻ വിഷാദങ്ങൾ, ശരിക്കു തീരുമെന്നു മാത്രമെൻ വിഷാദങ്ങൾ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ ഒടുവിലത്തെ വാക്യം, എന്നാൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരു ആൺ ഉണ്ടായിരിക്കെ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ള ഒരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ. ദൈവം ഒരു വലിയ യാഥാർത്ഥ്യം ഇസ്രായേൽ ജനത്തോട് ഇവിടെ പറയുകയാണ്. ദൈവസന്നിധിയിൽ നേർന്ന ആ നേർച്ച അത് മാറ്റിക്കൂടാ എന്ന് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവം തൻ്റെ കൽപ്പനകൾ നൽകുമ്പോൾ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ടും കൃത്യമായിട്ടും അവിടെ പറഞ്ഞിട്ടുണ്ട്. നേർന്നാൽ കഴിച്ചിരിക്കണം, നേരണമെന്ന് നിർബന്ധമില്ല. ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യമാണത്. അത് സാധനങ്ങൾ നേരുന്നതിനോടുള്ള ബന്ധത്തിൽ, മനുഷ്യരോടുള്ള ബന്ധത്തിൽ, മൃഗങ്ങളോടുള്ള ബന്ധത്തിൽ പല നിലകളിലാണല്ലോ ദൈവത്തിന് നേരുന്നത്. അപ്പോൾ ഇവിടെ ആട്ടിൻകൂട്ടത്തിൽ ഒരാൺ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഉശിരുള്ള, കാണാൻ കൊള്ളാവുന്ന, ഊനമില്ലാത്ത, നല്ല മെത്തരമായ ഒരു ആട് ഉണ്ടായിരിക്കെ ആ ആടിനെ മനസ്സോടുകൂടി ആദ്യം ദൈവത്തിന് നേരുകയാണ്. അപ്പോൾ ആ നേരുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഭയങ്കര താല്പര്യം, ഭയങ്കര സന്തോഷം, നേരാനുള്ള ആ ദൈവത്തിന് കൊടുക്കാനുള്ള ആഗ്രഹം, താല്പര്യം വളരെയധികമായിരുന്നു. എന്നാൽ നേരുമ്പോൾ തന്നെ അന്ന് കൊടുക്കുന്നില്ലല്ലോ, ചില നാളുകൾ കഴിഞ്ഞു. എന്നിട്ടോ ദൈവത്തിന് കൊടുക്കുന്ന സമയം വന്നപ്പോൾ ഊനമുള്ള ഒരു തള്ളയെ യാഗം കഴിക്കുകയാണ്. നേർന്നത് കരുത്തും ആരോഗ്യവും യാതൊരു ഊനമില്ലാത്ത സുന്ദരനായ നല്ലൊരു ആട്ടിൻകുട്ടിയാണ്. എന്നാൽ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്നതോ അത് ഊനമുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് വിറ്റാൽ പോലും ആരും മേടിക്കത്തില്ല, ആർക്കും വേണ്ട. എന്നെയോ രണ്ടാമത് അതൊരു തള്ളയ, വയസ്സ് എന്നതാണ്. അപ്പോൾ ആർക്കും വേണ്ടാത്ത ഒന്നിനെ ഇതാർക്ക് കൊടുക്കുക? ആർക്കാ കൊടുക്കുന്നത്? വളരെ ശ്രദ്ധിക്കണം. അത് ദൈവത്തിന് യാഗം കഴിക്കുക. അപ്പോ ഈ മനുഷ്യന്റെ ഉള്ളിൽ ദൈവം എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് ഈ മനുഷ്യൻ കാണുന്നത്? ആദ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ സമർപ്പണമുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു ആവേശമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹം നല്ല മനസ്സോടെ നേർന്നു. ഇന്ന് ആ നേർന്നതിൻ്റെ എല്ലാം തണുത്തുപോയി കഴിഞ്ഞപ്പോൾ ഒരൂനമുള്ള തള്ളയെ അദ്ദേഹം കൊണ്ടുവരികയാണ് ദൈവത്തിന് യാഗം കഴിക്കാനായിട്ട്. ഈ കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നമ്മെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കും, നമ്മൾ യാഗമൊന്നും കഴിക്കുന്നില്ലല്ലോ,
ഏകയാഗം കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ ഏകയാഗമായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് മുഖാന്തരം നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടു. കൃപയാൽ വിശ്വാസത്താൽ നാം ഇന്ന് സന്തോഷമുള്ള വിശ്വാസികളായി ദൈവത്തെ സ്നേഹിച്ചും ആരാധിച്ചും ജീവിക്കുക. ഇനിയൊരു യാഗം വേണ്ട, ദൈവത്തിനൊരു ആടിനെയും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇത് നമ്മെ സംബന്ധിച്ച് അത്ര പ്രാക്ടിക്കലായ കാര്യമല്ലല്ലോ. എന്നാൽ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നൊരു ചിന്ത, ഈ ഭാഗം വായിക്കുമ്പോൾ ഒരു ദിവസം നേരുകയാണ്, വേറൊരു ദിവസം യാഗം അർപ്പിക്കാനായിട്ട് കൊണ്ടുപോവുക. ഇതിനിടയിലൊരു കാലഘട്ടമുണ്ട്. ഓരോ വർഷത്തിൻ്റെയും ആരംഭത്തിങ്കൽ ഈ നേർന്ന മനുഷ്യനെ പോലെ നമ്മൾ ഓരോരുത്തരും ഇദ്ദേഹം നേരുകയാണ്. എന്താണ്? ഒരു കരുത്തുള്ള, ഉശിരുള്ള, യാതൊരു ഊനവുമില്ലാത്ത നല്ലൊരു ആട്ടിൻകുട്ടിയെ കർത്താവിന് നേരുക. ജനുവരി 1 പുതുവർഷം. സഭയിലെ വിശ്വാസികളെല്ലാം എഴുന്നേറ്റ് നിന്ന് നേരുകയാണ്. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്താ പറയുന്നത്? ഈ വർഷം, കഴിഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിൽ ഒന്നും സാധിച്ചില്ല, അതുകൊണ്ട് ഈ വർഷം ഞാൻ എൻ്റെ ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യും. ഒരാരാധനയ്ക്ക് പോലും മുടക്കം വരുത്തുകയില്ല. മീറ്റിങ്ങുകൾക്കെല്ലാം ഉത്സാഹത്തോടെ വരും. വേദപുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു തീർക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. വിശ്വാസികളുമായിട്ടുള്ള എൻ്റെ കൂട്ടായ്മയും സ്നേഹവും ബന്ധവും സഹകരണവും കാത്തു സൂക്ഷിക്കും. രോഗികളെ ഞാൻ സന്ദർശിക്കും. മണിക്കൂറുകളോളം ഞാനിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഉപവസിച്ചും പ്രാർത്ഥിക്കും. അങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ നേരുക. ദൈവസന്നിധിയിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുക. എന്നാ ഇതെടുക്കുന്നത്? ജനുവരി 1 അല്ലെങ്കിൽ ആ ആഴ്ചയോടുള്ള ബന്ധത്തിൽ. അതിനുവേണ്ടി പലരും ആ ചില ദിവസങ്ങളിൽ വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. നല്ല കാര്യമാണ്, തെറ്റാണെന്നൊന്നും ഞാൻ പറയുകയില്ല. അങ്ങനെ തീരുമാനം എടുക്കുന്നതും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതും വളരെ നല്ലതാണ്. ഒരുപക്ഷെ 100% നമുക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലേലും അത് കുറേയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യം. ദൈവം മാനിക്കും, നിശ്ചയമായിട്ടും മാനിക്കും. തീരുമാനങ്ങൾ എടുക്കണം, അത് പ്രാവർത്തികമാക്കണം, അത് നല്ല കാര്യമാണ്. പക്ഷേ ആണ്ടിൻ്റെ ഒടുവിൽ നാം പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ ഈ വർഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ ഭാഗമാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ഊനമുള്ള ഒരു തള്ളയെ യാഗം കഴിച്ചു. നേർന്നു വലിയ കാര്യങ്ങളും തീരുമാനങ്ങളും എടുത്തു. പക്ഷേ ഒടുവിലെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ പറയുന്നത്? എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. സഭക്കാരെങ്കിലും തടസ്സം നിന്നോ ചെയ്യുന്നതിന്? സ്ഥലം സഭയിലെ ദൈവദാസന്മാരോ മൂപ്പന്മാരോ മറ്റാരെങ്കിലുമോ ചെയ്യരുതെന്ന് പറഞ്ഞോ? അവരെല്ലാം പ്രോത്സാഹിപ്പിക്കാനല്ലേ ശ്രമിച്ചിട്ടുള്ളൂ. നമ്മുടെ കൂട്ടുകാര്, വീട്ടുകാര്, കൂട്ടുവിശ്വാസികൾ എത്രയോ പേര് നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ അയ്യോ ഞാൻ തീരുമാനമെടുത്തതാണല്ലോ, ചെയ്യണമല്ലോ എന്നൊരു ഉള്ളിൽ നിന്നൊരു പറച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആണ്ടിൻ്റെ ഒടുവിൽ എല്ലാ വർഷവും ഈ പല്ലവി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ്? ദൈവം പറയാണ്, ഊനമുള്ള ഒരു തള്ളയെ നീ യാഗം കഴിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തൊരു വാക്കാ നീ ദൈവസന്നിധിയിൽ പറയുന്നത്. ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം. ദൈവം അത് പ്രതീക്ഷിക്കുന്നില്ല. ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ദൈവം അതല്ല നമ്മളിൽ നിന്ന് ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. നേർന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് ചെയ്യണം. അതാണ് ദൈവം തന്ന കൽപ്പന. ദൈവം നമ്മളോട് ആരോടും പറഞ്ഞില്ല നീ നേരണം. പിന്നെയോ ഓരോ വർഷവും നമ്മളങ്ങ് നേരുകയാണ്. ഈ വാക്യത്തിൻ്റെ ഒടുവിൽ എന്ന് പറഞ്ഞാൽ വാക്യം അവൻ്റെ ഇങ്ങനെയാണ് അതിന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. ഊനമുള്ള ഒരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ. അവനെ ദൈവം വിളിക്കുന്നത് വഞ്ചകൻ എന്നാണ്. അവന് ദൈവം നൽകുന്നത് ശാപമാണ്.
വളരെ സൂക്ഷിക്കണം പ്രിയ ദൈവമക്കളെ. ദൈവം അവനെ വിളിക്കുന്നു, നീ വഞ്ചകനാണ്, നീ വഞ്ചകൻ, ചതിച്ചവൻ, എന്നെ പറ്റിച്ചവൻ, നീ വഞ്ചിച്ചവനാണ് എന്ന് ദൈവം പറയുക. എന്നിട്ട് അവന് ദൈവം കൊടുക്കുന്നത് എന്താണ്? അവന് ദൈവം കൊടുക്കുന്നത് ശാപമാണ്. ശാപം, അനുഗ്രഹമല്ല. നീ ശപിക്കപ്പെട്ടവനെന്നാ പറയുന്നത്. വിശുദ്ധ വേദ പുസ്തകത്തിൽ ശാപത്തിന്റെ കാര്യങ്ങൾ പലവട്ടം പല നിലകളിൽ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ, ദൈവത്തെ പറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ദൈവത്തെ വഞ്ചിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ഊനമുള്ള ഒരു തള്ളയുമായി വരുന്നവൻ ശപിക്കപ്പെട്ടവൻ. നോക്കണേ, അപ്പൊ നാം ഈ ചെയ്യുന്നത് ശാപത്തിന്റെ പ്രവൃത്തിയാണോ എന്നൊന്ന് ചിന്തിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. എത്ര നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദൈവസന്നിധിയിൽ. എത്രമാത്രം നാം കരുതലോടെ വേണം ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ. എത്ര ഭയത്തോടെ വേണം ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ. പലപ്പോഴും ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അനേകരും ശപിക്കപ്പെട്ടവരായി കിടക്കുന്നു എന്നുള്ളതൊരു ദുഃഖമായ കാര്യം, സത്യമാണ്. ആകയാൽ ഞാനും താങ്കളും ശപിക്കപ്പെട്ടവരായിട്ടല്ല, വഞ്ചകനെന്ന പേരിൽ ജീവിക്കാനല്ല, മറിച്ച് എൻ്റെ പ്രിയ മകനെ, മകളെ എന്നുള്ള ഇമ്പമായ വിളി കേൾക്കുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് ജീവിക്കുവാൻ, നേർന്നതിനെ ചെയ്യാനായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ശ്രമിക്കാം. നാം നേരണം, നേർന്നത് കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ, സ്തോത്രം